ജോഷുവ 1:8. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതിനെക്കുറിച്ചല്ല, ശരിക്ക് അതിൽ ധ്യാനിക്കണം. യു മസ്റ്റ് മെഡിറ്റേറ്റ് ഇൻ ദ വേർഡ്. നീ ആ വചനത്തിൽ യു മസ്റ്റ് ബി എന്നാ പറയുന്നത്, അതിൽ മുങ്ങി. യു മസ്റ്റ് ബി ഇൻസൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോഴാണ് ആ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകുക. പിന്നെ പറയുന്നുണ്ട് എന്താണ്, അങ്ങനെ ചെയ്ത് നമ്മൾ അത് വിശ്വാസവുമായിട്ട് ആ വചനം കലർത്തണം. വി മസ്റ്റ് മിക്സ് ഇറ്റ് വിത്ത് ഫെയ്ത്ത്. ഹീബ്രൂസ് 4:2 പറയുന്നത് അതാണ്. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരത് വിശ്വസിച്ചില്ല. So we have to mix it with faith. കാരണം വചനം ഇങ്ങനെ പറയുന്നത്, they also heard the same words but it did not profit them because it was not mixed with faith. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടി വേണം ആ വചനത്തിൽ ധ്യാനിക്കുവാൻ വേണ്ടി. പിന്നെ പറയുന്നത്, അത് വചനം ഒരു വലിയൊരു ഭാരമാകരുത്. അതേസമയത്ത് നമുക്ക് ഇറ്റ് മസ്റ്റ് ബി എ ഡിലൈറ്റ്. നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും അത് സംസാരിക്കുമ്പോഴും അത് വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകണം. there must be a great delight. അതാണ് സങ്കീർത്തനം 1:2 പറയുന്നത്. Hallelujah. But his delight was in the word of God. സങ്കീർത്തനം 1:2 അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. Hallelujah. So നമുക്ക് ആ വചനവുമായിട്ട് നമുക്ക് ഒരു സ്നേഹബന്ധം ഉണ്ടാകണം. You should say, I must fall in love with the word. Hallelujah. വചനവുമായിട്ട് എനിക്ക് I must fall in love. Say, I want to fall in love with the word. Hallelujah. That is falling in love with Jesus. Hallelujah. You are supposed to fall in love with your husband, right? നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ മണവാട്ടികളാണ്. ആ മണവാട്ടി മണവാളനെ സ്നേഹിക്കണം. You must fall in love with the word of God. Hallelujah. പിന്നെ ഹെബ്രായർക്ക് ലേഖനം 2:2 വായിക്കുകയാണെങ്കിൽ പറയുന്നത്, for if the word spoken through angels proved steadfast and every transgression and disobedience received a just judgment. ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം 2 തരത്തിൽ നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഉടമ്പടി ആര് വഴി നൽകപ്പെട്ടു? മോശ വഴി നൽകപ്പെട്ടു. രണ്ടാമത്തെ ഉടമ്പടി ആര് വഴി നൽകപ്പെട്ടു? യേശു ക്രിസ്തു വഴി നൽകപ്പെട്ടു. ഇവിടെ there is a comparison ഇപ്പോൾ ചെയ്യാൻ പോവാണ്. ഹെബ്രായരുടെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഈ രണ്ട് ഉടമ്പടിയെക്കുറിച്ച് ഒരു ചെറിയൊരു കമ്പാരിസൺ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അത്. ആ കമ്പാരിസൺ ഒന്ന് വായിച്ചേ. ഹീബ്രൂസ് 2:2. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണയില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ അപ്പോൾ ആ ഒന്നാമത്തെ ഉടമ്പടിയുടെ ലംഘനം ഉണ്ടെങ്കിൽ ശിക്ഷ ഓട്ടോമാറ്റിക് ആണ്. അതിൽ ഒരു സംശയവുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ ലംഘനമുണ്ടോ അവിടെ ശിക്ഷയുണ്ട്. ഇത് നൽകപ്പെട്ടത് ആര് വഴിയാണ്? മോശ വഴിയാണ്. ദൂതന്മാർ വഴി മോശയ്ക്ക് കിട്ടിയതാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായം 38 ഒന്ന് വായിക്കുമോ? അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോശയാണെന്നുള്ളത്. അപ്പോസ്തല പ്രവർത്തനം 7:38. സീനായ് മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി ജീവവചസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ്. അപ്പൊ മോശ വഴിയാണ് ആ ആദ്യത്തെ ഉടമ്പടി നൽകപ്പെട്ടത്. പക്ഷേ ആ നൽകപ്പെട്ട വ്യക്തികളുടെ വിശേഷം എന്താണ്? 51-ാമത്തെ വചനം പറയുന്നുണ്ട്, അവർ എങ്ങനത്തെ ആൾക്കാരായിരുന്നു എന്ന്. മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദരരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. അപ്പോൾ ആ ഒന്നാമത്തെ ഉടമ്പടി ആ മനുഷ്യർക്ക് പ്രയോജനപ്പെടാത്തതിന് കാരണം എന്തായിരുന്നു? They were stiff-necked and hard-hearted. അവർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ അവർ തയ്യാറല്ലായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് ശിക്ഷ, എല്ലാവർക്കും ശിക്ഷ അർഹതയുണ്ടായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ വ്യക്തികൾ ഇത് കേട്ടിട്ട് പോലും അവരത് അനുസരിച്ചിട്ടില്ലായിരുന്നു. ഒരു തരത്തിലും അനുസരിച്ചില്ല വചനം. 53-ാമത്തെ വചനം വായിച്ചേ. ആ നിയമം, നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു
എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല. അത് പാലിച്ചില്ല. അപ്പോൾ നമ്മൾ മനസ്സിലായി, ഞാൻ പറയുന്നത് രണ്ട് തരത്തിലുള്ളതാണ്. ഒന്നിന് ശിക്ഷയുണ്ട്. അത് എങ്ങനത്തെ നിയമമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനത്തെ ഉടമ്പടിയായിരുന്നു? മോശ വഴി നൽകപ്പെട്ട ഒരു ഉടമ്പടി. ഗലേഷ്യൻസ് 3:19 വായിക്കാവോ? പിന്നെ എന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദേവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് യേശു ക്രിസ്തു ഇവിടെ ജനിക്കുന്നത് വരെ ആണ് നിയമം തന്നിരുന്നത്. ആ നിയമം മനുഷ്യൻ അനുസരിച്ചില്ല. ആ നിയമം അനുസരിക്കാത്തത് കൊണ്ട് എല്ലാ ജനത്തിനും ശിക്ഷയ്ക്ക് അർഹതയുണ്ടായി. ഇനിയാണ് കമ്പാരിസൺ വരുന്നത്. ഹീബ്രൂസ് 1:1 വായിച്ചേ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം ആ ഘട്ടത്തിൽ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ആര് വഴി? പ്രവാചകന്മാർ വഴിയും ആണ് ദൈവം നമ്മളോട് സംസാരിച്ച് ദൈവം ചില ഉപദേശങ്ങൾ തന്നത്. പക്ഷേ അടുത്ത വചനം വായിച്ചേ. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് ഉടമ്പടികളെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ്. ഒരു ഉടമ്പടി മോശ വഴി നൽകപ്പെട്ടു, പ്രവാചകന്മാർ വഴി സംസാരിച്ച് നമ്മൾക്ക് ഓരോ ഉപദേശങ്ങൾ തന്നതാണ്. രണ്ടാമത്തെ ഉടമ്പടി ആര് വഴിയാണ്? യേശു ക്രിസ്തു വഴിയാണ് തന്നിരിക്കുന്നത്. ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സംഖ്യാപുസ്തകം 15:31 വായിക്കാമോ? കാരണം ആദ്യത്തെ ഉടമ്പടി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സംഖ്യാപുസ്തകം 15:31 പറയുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. 15:31 നമ്പേഴ്സ്. അവൻ കർത്താവിൻ്റെ വചനത്തെ നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ തീർത്തും പുറന്തള്ളണം എന്നാ പറയുന്നത്. സ്വന്തം അകൃത്യത്തിന്റെ ഫലം അവൻ അനുഭവിക്കണം. ഹല്ലേലൂയ. നിയമാവർത്തനം 4:3 വായിക്കാമോ? കാരണം പല വചനങ്ങൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെ നിയമ ലംഘനമുണ്ടോ അവിടെ ശിക്ഷ ആണ് ദൈവത്തിന്റെ ശിക്ഷ. കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടരുന്നവരെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. So there is where there is disobedience there is destruction. Are you with me? Where there is disobedience of the word of the old covenant there is destruction. നിയമാവർത്തനം 17:2 വായിക്കാമോ? നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞ് നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം. ബാക്കി 5 വരെ. ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നു എന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. 2-3 സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മതി. അപ്പോൾ എന്താണ് ശിക്ഷ? മരണമാണ് ശിക്ഷ. എന്തുകൊണ്ട്? ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട്. നിയമാവർത്തനം 27-26 വായിക്കാമോ? ആമേൻ. ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. ഏത് വചനത്തെ കുറിച്ചാണ് പറയുന്നത്? ഇതെല്ലാം പഴയ ഉടമ്പടിയെ കുറിച്ചാണ് പറയുന്നത്. പഴയ ഉടമ്പടി മോശ വഴി ദൂതന്മാർ വഴി നൽകപ്പെട്ടത്. ഹെബ്രായർക്ക് ലേഖനം 10:28 വായിക്കാമോ? മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2-3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. മതി. അപ്പോൾ മോശയുടെ നിയമം, മോശ വഴി നൽകപ്പെട്ട നിയമം അനുസരിക്കുന്നില്ലെങ്കിൽ അവർ
മരണശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത്. ഇനി അടുത്ത വചനം പറയുന്നുണ്ട്, of how much worse punishment do you suppose will he be thought worthy who has one trampled the Son of God underfoot, 2 counted the blood of the covenant by which he was sanctified a common thing, and 3 insulted the spirit of grace. So Aji, ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ശ്രേഷ്ഠത കമ്പയർ ചെയ്യുന്നത് പോലെ തന്നെ പഴയ ഉടമ്പടി ലംഘനത്തിൽ കിട്ടുന്ന ശിക്ഷയും പുതിയ ഉടമ്പടിയുടെ ലംഘനത്തെക്കുറിച്ച് കിട്ടുന്ന ശിക്ഷയെയും കുറിച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും മറ്റതിനേക്കാൾ വളരെ വളരെ അധികമായിരിക്കും. പക്ഷേ എല്ലാവരും എന്താണ്, ഇവിടെ കൃപ മാത്രമേ ഉള്ളൂ, ഇവിടെ കൃപ മാത്രമേ ഉള്ളൂ, എന്ത് വേണമെങ്കിലും ചെയ്താ, എന്ത് തെമ്മാടിത്തരം ചെയ്താ, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, കൃപ 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 എന്ന് പറഞ്ഞ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ കബളിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഹൗ മച്ച് മോർ വിൽ ബി ദ പണിഷ്മെന്റ്. എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ. 1, ട്രാംപ്ലിംഗ് ദ സൺ ഓഫ് ഗോഡ് അണ്ടർ ഫുട്ട്. എങ്ങനെയാണ് ആ സൺ ഓഫ് ദൈവപുത്രനെ നമ്മൾ മലയാളത്തിൽ നിന്ന് വായിച്ച്, ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും. ദൈവപുത്രനെ പുച്ഛിച്ച് എങ്ങനെയാ തള്ളുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ഏക രക്ഷകനാണ് എന്ന് പറയാത്തത് തന്നെയാണ് പുച്ഛിക്കുന്നത്. Hallelujah. That you are not even considering him as the only savior. വേറെ പല വഴികളും രക്ഷയിലേക്ക് ഉണ്ട് എന്ന് പറയുന്നത് അവൻ ആ കുരിശിൽ ചെയ്ത പ്രവൃത്തിയെ പുച്ഛിക്കുകയാണ്. Are you with me? You are saying it is useless because there are other people who can save also. ഇങ്ങനെ മരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ വന്ന് പല വ്യക്തികളും യേശുവിനോട് പറഞ്ഞില്ലേ, നീ താഴോട്ടിറങ്ങി വാടാ, എങ്കിൽ ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ, പുച്ഛിച്ച് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു ഏകരക്ഷകനല്ല എന്ന് പറയുകയും മറ്റു വഴികളുണ്ട് രക്ഷയ്ക്ക്, പ്രത്യേകിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല വ്യക്തിയാകുക, എങ്കിൽ എനിക്കും രക്ഷയുണ്ട്, യേശു ക്രിസ്തുവിനെ കുരിശു വഴി അല്ല രക്ഷ എന്ന് പറയുന്നത് ദൈവപുത്രനെ പുച്ഛിക്കുകയാണ്. രണ്ടാമത് എന്താ പറയുന്നത്? Who counted the blood of the covenant by which he was sanctified a common thing. തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും. അത് എന്താണ്? Not depending upon the blood of Jesus Christ for your salvation. നമ്മളുടെ പാപമോചനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ആശ്രയിക്കാതെ മറ്റ് പല കാര്യങ്ങളിൽ ആശ്രയിച്ച് എനിക്ക് പാപമോചനം ഉണ്ടാകുക എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ ക്രോധത്തിന് നമ്മൾ അത് എടുത്തു വാങ്ങുകയാണ്. Are you with me? That is, കാരണം നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷമൊക്കെ വായിക്കുകയാണ്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തു എന്നാ പറയുന്നത്, അത്താഴം, അവസാനത്തെ അത്താഴം, ലാസ്റ്റ് സപ്പർ, ആ സമയത്ത് യേശു ക്രിസ്തു അപ്പം മുറിച്ചു, വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനന്റ്. ആ പുതിയ ഉടമ്പടി എഴുതി സ്ഥിരീകരിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ്. ആ പുതിയ ഉടമ്പടി മാറ്റി വെച്ചിട്ട് പഴയ നിയമത്തെ ആശ്രയിച്ച് നടക്കുന്നത് എന്താ ചെയ്യുന്നത്? യു ആർ കൺസിഡറിംഗ് ദ ബ്ലഡ് ഓഫ് ദ കവനന്റ് an ordinary thing. Are you with me? ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയ കുറെ നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്താൽ മതി എന്ന് പറയുന്നത് ഐ ആം കൺസിഡറിംഗ് ആ യേശു ക്രിസ്തു മരിച്ച് ആ കുരിശിൽ കിടന്ന് എനിക്ക് വേണ്ടി മരിച്ച് ആ ചിന്തിയ രക്തമൊക്കെ നിസ്സാരമായി സാധാരണ ഒരു കാര്യമായിട്ട് എടുക്കുകയാണ്. അതും ആ മനുഷ്യനുണ്ടാക്കിയ ഒരു നിയമം അനുസരിക്കുന്ന രണ്ടും ഒന്നാണ്, ഒരുപോലെയാണ് എന്ന് കരുതുക. Are you with me? പിന്നെ മൂന്നാമത് എന്താ പറയുന്നത്? കൃപയുടെ ആത്മാവിനെ അപമാനിക്കുക. കൃപയുടെ ആത്മാവിനെ അപമാനിക്കുക. How do you do that? ദൈവം തീർച്ചയായിട്ടും കൃപയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ, യേശു ക്രിസ്തുവിന്റെ എതിരെ എന്ത് പറഞ്ഞാലും ക്ഷമയുണ്ടാകും, അല്ലേ? പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ ക്ഷമ ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടാണത്? യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനേക്കാൾ കുഞ്ഞാണോ, ചെറുതാണോ, അല്ല വിലപിടിപ്പില്ലാത്തതാണോ? എന്താണ് അത് പറയുന്നത്? വചനം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? That if you blaspheme against Jesus Christ, it will be forgiven. But if you blaspheme against the Spirit of the living God, it will never be forgiven. എന്തുകൊണ്ടാണ് പറയുന്നത്? No. പറയുന്നത് കാരണം
പരിശുദ്ധാത്മാവാണ് നമ്മളോട് വന്ന് പറയുന്നത്, നീ ചെയ്യുന്നത് തെറ്റാണ്. You are doing not the right thing. It reveals to the word of God to you. It reveals the love of the Father for you. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച് നമ്മൾക്ക് മാനസാന്തരം ഉണ്ടാകുകയാണ്. അങ്ങനെ മാനസാന്തരം ഉണ്ടായി ഞാൻ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി ഞാൻ ക്ഷമ ചോദിക്കുമ്പോൾ എനിക്ക് മാപ്പ് കിട്ടുകയാണ്. പക്ഷേ എന്നോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും എന്നോട് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചും ഒക്കെ പറയേണ്ട ആ പരിശുദ്ധാത്മാവിനെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെന്നോട് പറയും? പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ അനുദപിക്കും? അനുദപിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ ദൈവത്തോട് പോയി ക്ഷമ യോജിക്കും? ഞാൻ പാപിയായിട്ട് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ഇഫ് യു ബ്ലാസ്ഫീം അഗൈൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് വിൽ നെവർ ബി ഫോർഗിവൺ, ബിക്കോസ് യു കനോട്ട് ഗോ ബിഫോർ ജീസസ് ആൻഡ് ആസ്ക് ഫോർ ഫോർഗിവ്നെസ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനേക്കാൾ കുഞ്ഞായതുകൊണ്ടൊന്നുമല്ല. ഇറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ് പരിശുദ്ധാത്മാവാണ് നമ്മളോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന ആ ആത്മാവിനെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് പഠിപ്പിക്കും? പാസ്റ്റർ പഠിപ്പിക്കുവോ? ഹലോ, അച്ഛൻ പഠിപ്പിക്കുവോ? മെത്രാൻ പഠിപ്പിക്കുവോ? നോ. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, 6:45 പറയുന്നുണ്ട്, എവ്രി വൺ ഷാൽ ബി ടോട്ട് ബൈ ഗോഡ്. ആ ടീച്ചറിനെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പഠിപ്പിക്കും? ആര് നമ്മളോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയും? കാരണം നമ്മൾ വായിച്ചിട്ടുണ്ട് റോമൻസ് 5:5, the hope that I have does not disappoint me because of the love of God which has been poured out into my heart by the Spirit of the living God. ആ പരിശുദ്ധാത്മാവിനെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുദപിച്ച് പശ്ചാത്തപിച്ച് യേശുവിൻ്റെ മുമ്പിൽ പോകുവാൻ എനിക്ക് പറ്റുകയില്ല. അങ്ങനെ ഞാൻ പാപിയായിട്ട് മരിക്കുകയും ആ ദൈവത്തിൻ്റെ ക്രോധത്തിന് എനിക്ക് ഞാൻ അർഹതയുണ്ടാകും. Are you with me? Hallelujah. So we need to. അതുകൊണ്ടാണ് പറയുന്നത്, as insulted the spirit of grace. എങ്ങനെയാണ് സ്പിരിറ്റ് ഓഫ് ഗ്രേസിനെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഓ, ഞാൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും കൃപയുണ്ട്. ഓ, കൃപയുണ്ട്. അവിടെ കുറച്ച് ഇച്ചിരി എക്സ്ട്രാ കൃപയുണ്ട്. അവർക്ക് അത് എവിടെയാണ് ഡംപ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ രക്ഷ പ്രാപിക്കും. യു ആർ ആക്ച്വലി ഇൻസൾട്ടിങ് ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, ആ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? ഞാൻ പശ്ചാത്തപിച്ച് അനുദപിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എനിക്ക് പോകണമെന്ന് പറയുമ്പോഴാണ് ആ കൃപ നമ്മളിലേക്ക് വരുന്നത്. അല്ലാതെ ആ പന്നിക്കുഴിയിൽ തന്നെ ഇരുന്നിട്ട് ആ കൃപ വരണമെന്ന് പറഞ്ഞാൽ വരികയല്ല പ്രിയപ്പെട്ടവരെ. യു ആർ ജസ്റ്റ് ഫൂളിങ് യുവർ സെൽഫ്. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. പിന്നെ 30-ാമത്തെ വചനം വായിച്ചേ, ഹീബ്രൂസ് 10:30. പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കും എന്നും പറഞ്ഞവനെ നാം അറിയുന്നു. അപ്പം ഇവിടെ വചനത്തെ നമ്മൾ മനസ്സിലാക്കണം. ഗോഡ് ഇസ് ലവ്, ഗോഡ് ഇസ് ഓൾസോ ദ ജഡ്ജ്. നമുക്കാണ് തീരുമാനിക്കേണ്ടത്. ആ ദൈവത്തെ സ്നേഹിക്കണോ? ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അർഹതയുണ്ടാകണോ? അതോ ദൈവത്തിൻ്റെ ക്രോധത്തിനാണോ അർഹതയുണ്ടാകേണ്ടത്? The choice is yours. Hallelujah. The choice is yours, my dear brother, my dear sister. കാരണം എന്താണ്? അടുത്ത വചനം ഒന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ എഴുതിയതാണ്. പഴയ നിയമത്തിൽ ഹല്ലേലൂയ അത് കെട്ടി മടക്കി വെക്കേണ്ടതല്ല. പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. വായിക്കുക, ഇനി പുതിയ നിയമത്തിലുള്ളത് വായിക്കാം. ഹീബ്രൂസ് 10:31. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ്. It is a fearful thing to fall into the hands of the living God. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേട്ടിട്ട് ദൈവം സ്നേഹം മാത്രമാണ്, എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്, യു ആർ എ ഫൂൾ if you think that. Hebrews 2:3 ഒന്ന് വായിച്ചേ. പിന്നെയാണ് പറയുന്നത്, ഇതെല്ലാം കേട്ടല്ലോ, നമ്മൾ ഈ മോശ നൽകിയ നിയമവും മോശ വഴി നൽകിയ നിയമവും യേശു ക്രിസ്തു വഴി നിയമവും ഒക്കെ കേട്ടല്ലോ. ഇനി അടുത്ത വചനം ഒന്ന് വായിച്ച് കേൾട്ടെ. ഹീബ്രൂസ് 2:3. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാകും? No, there is no way. How can we escape if we neglect so great a salvation? Don't neglect your salvation. Don't neglect your salvation in the guise of grace. Are you with me?
കൃപയുണ്ടെന്ന്. തീർച്ചയായിട്ടും കൃപയുണ്ട്. അത് വെറുതെ പറഞ്ഞ് തെമ്മാടിയായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൃപ കിട്ടുകയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. How shall we escape if we neglect so great a salvation, which at first began to be spoken by the Lord and also confirmed to us by those who heard him. ആദ്യം ആര് വഴി? ബാക്കി വായിച്ച സിസ്റ്റർ. ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. ഇവിടെ ഈ ലോകത്തിൽ ദൈവത്തിന്റെ യേശുവിന്റെ ആ പബ്ലിക് മിനിസ്ട്രി ടൈമിൽ യേശു ക്രിസ്തു തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്ക് അത് സ്ഥിരീകരിച്ച് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഡോണ്ട് ടേക്ക് യുവർ സാൽവേഷൻ ലൈറ്റ്ലി. അത് വളരെ വളരെ ഗൗരവമായ ഒരു കാര്യമായിട്ട് കരുതേണ്ടതാണ്. നിത്യത എവിടെ ചെലവഴിക്കും? ആ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങളുടെ നിത്യജീവനെ തന്നെയാണ്, നിത്യരക്ഷയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്ത ഒരു തീരുമാനം ദൈവം മാറ്റുകയില്ല. കാരണം God respects your free will. Are you with me? നമ്മുടെ സ്വന്തം മനസ്സ് ദൈവം അത് എന്താ പറയുന്നത് അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കി. അപ്പൊ ആ ജീവനെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ആരും നമ്മളെ തലയെ കൊണ്ട് ജീവൻ വെക്കാൻ പറ്റുകയില്ല. എത്ര പ്രാർത്ഥിച്ചാലും, എത്ര നൊവേന ചൊല്ലിയാലും, എത്ര മെഴുകുതിരി കത്തിച്ചാലും, എത്ര ഒപ്പീസി ചൊല്ലിയാലും അവിടെ ജീവൻ തരാൻ പറ്റുകയില്ല. കാരണം ഞാൻ എൻ്റെ സ്വന്തം മനസ്സ് ഉപയോഗിച്ചിട്ട് ആ ജീവനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ, ടുഡേ ഈസ് എ ഡേ വെൻ യു ക്യാൻ ചൂസ് ലൈഫ്. ഇന്ന് ഈ ദിനമാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് യേശുവിനെ സ്വന്തമാക്കുക. കാരണം നിങ്ങൾ സ്വന്തമാക്കുന്നത് യേശു ക്രിസ്തുവും അവനിലൂടെ ഉള്ള ജീവനെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ ആദ്യം യേശു വഴി കേട്ടു, രണ്ടാമത് ആര് വഴി കേട്ടു? And was confirmed to us by those who heard him. അവൻ പറഞ്ഞത് കേട്ടവർ അത് നമ്മളോട് പറഞ്ഞ് സ്ഥിരീകരിച്ചു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഹെബ്രായരുടെ ലേഖനം ഐസയ പ്രവാചന പുസ്തകം 45-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം എന്താ പറയുന്നത്? But Israel shall be saved by the Lord with an everlasting salvation. You shall not be ashamed or disgraced forever and ever. ആ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല. ഹല്ലേലൂയ. പിന്നെയും ഹെബ്രായരുടെ ലേഖനം 12-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം പറയുന്നുണ്ട്. ഇവിടെ എല്ലാം പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറെ ദൂത് നമ്മൾ കേൾക്കുന്നുണ്ട്, മനുഷ്യന്റെ ദൂതുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവം നമുക്ക് ദൂത് തരുന്നുണ്ട്. ഇന്ന് ദൈവം സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ ദൂത് വഴി, വചനം വഴി. വായിച്ചേ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. See that you do not refuse him who speaks. For if they did not escape who refused him who spoke on the earth, much more shall we not escape if we turn away from him who speaks from heaven. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൂത്, സഹോദര സഹോദരി, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ കേൾക്കേണ്ടത് മനുഷ്യന്റെ നിയമമല്ല, കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതും മനുഷ്യന്റെ പാരമ്പര്യമോ ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല. നിങ്ങൾ കേൾക്കേണ്ടതും അനുസരിക്കുന്നതും ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്ന ആ ദൂതാണ്. The one who is in heaven who is speaking to you. കാരണം എന്താണ്? പിന്നെയും പറയുന്നുണ്ട്, അത് ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, അനുസരിച്ചിട്ടില്ലെങ്കിൽ, സഹോദര സഹോദരി, ദൈവം സ്നേഹമാണ്. പക്ഷെ ദൈവത്തിന്റെ വേറൊരു വശം കൂടെ പറയുന്നുണ്ട്. അടുത്ത വചനം വായിച്ചേ. അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. So he is coming for another shaking where everything എല്ലാം ഇളക്കാൻ പോവുകയാണ്. അങ്ങനെ
ആകെ ഇളക്കാൻ പറ്റാത്തത് അവനും അവൻ്റെ കൂടെയുള്ളവരും മാത്രമേ ഉള്ളൂ. They will be the Zion, they will be the heavenly Jerusalem which alone will stand. അവൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? 29-ാമത്തെ വചനം പറഞ്ഞേ. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Our God is a consuming fire. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്, ദൈവം അഗ്നിയുമാണ്. ദൈവം സ്നേഹമാണ്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ്. സ്നേഹം ആർക്കാണ്? അവനെ സ്വന്തമാക്കിയവർക്ക്. ദഹിപ്പിക്കുന്ന അഗ്നി ആർക്കാണ്? അവനെ തിരസ്കരിച്ചവർക്ക്. You have to take the choice. ആ സമയത്ത് കൃപ 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 എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി ചായ 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 എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഹലോ, are you with me? നമുക്കിന്ന് ആ കൃപയാകുന്ന യേശുവിനെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. മേക്ക് എ ചോയ്സ്, ചൂസ് ലൈഫ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആ ഒരു 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 ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം കിട്ടിയ വ്യക്തിയുണ്ട്. പലതരത്തിലാണ് ആ വ്യക്തി. ക്ഷണം കിട്ടിയ ചില വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. വിവാഹവിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവെക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ഹല്ലേലൂയ. മതി. അവിടെ എന്താ ചെയ്തത്? വകവെച്ചില്ല. ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ബട്ട് ദേ മെയ്ഡ് ലൈറ്റ് ഓഫ് ഇറ്റ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പല വ്യക്തികളും വളരെ ലൈറ്റായിട്ട് എടുക്കുന്നത്. Are you with me? ദൈവം ശിക്ഷിക്കുമെന്നൊക്കെ പറയുമ്പം ലൈറ്റാണ്. കാരണം എല്ലാവരും രക്ഷപ്പെടും. കാരണം അവർ പറയും, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ദാറ്റ് ഓൾ മസ്റ്റ് ബി സേവ്ഡ്. അതുകൊണ്ട് എല്ലാവരും, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും. എങ്ങനെ ജീവിച്ചാലും രക്ഷപ്പെടും. They took light of it. It is God's will that we all must be saved. But He has given precedence for your will over His will. Are you with me? His will, He gave precedence for your will. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, Thy will be done on earth as it is in heaven. പക്ഷേ അതിൻ്റെ എതിര് നമ്മളുടെ സ്വന്തം മനസ്സ് ഉപയോഗിച്ച് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ He respects your will. Are you with me? So don't take light of the word. അത് സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവം അഗ്നിയാണെന്ന് പറഞ്ഞ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം. നിയമലംഘനത്തിന് ശിക്ഷയുണ്ട്, മരണമുണ്ടെന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ നിന്നെ അറിയില്ല എന്ന് പറയുമെന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം. അല്ല, ദൈവം സ്നേഹമാണ്, തീർച്ചയായിട്ടും ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞ് മറ്റ് താക്കീത് വചനങ്ങൾ നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് കബളിപ്പ് തന്നെ പറ്റും. Are you with me? We have to take the word seriously. ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കണം. ഹല്ലേലൂയ.